ഞാനതൊക്കെ ചോദിച്ചിട്ട് പറയാ. എനിക്ക് സത്യം പറഞ്ഞങ്ങൾ പറയുമ്പോ അതാണ്. അല്ല ഞാൻ മൂപ്പരോട് ചോദിക്കട്ടെ. ആ ശരി ശരി, ഞാൻ എന്തായാലും അങ്ങോട്ട് മിസ് കോൾ അടിക്കാം. അപ്പൊ നിങ്ങളൊന്ന് തിരിച്ചു വിളിച്ചാ മതി. ആ വെള്ളിയാഴ്ച പെരുന്നാൾ ഒരുമിച്ച് വന്നാലുള്ള എന്റെ സന്തോഷം സത്യ എന്താണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. 10 സെന്റ് സ്ഥലം എഴുതി തരാൻ പറഞ്ഞ വീട്ടിന്ന്. അതൊന്നല്ല, ഇപ്പൊ കബീർക്കാണ് വിളിച്ചത്. മൂപ്പര് എന്നോട് ചോദിക്കണേ, അല്ല റസിയ, അയ്യോ എന്റെ പുതിയാപ്പിളയും കുട്ടിയും കൂടിയിട്ട് ഈ വീട്ടിൽ ഇങ്ങനെ അടച്ചിരിക്കണ എന്തിനാണ്? എവിടെങ്കിലൊക്കെ ഒന്ന് യാത്ര പോയിക്കൂടേന്ന്. സന്തോഷം ശരിയല്ലേ ഇക്ക, നമ്മളെവിടെങ്കിലും പോണ്ട? ഇത്ര നാളായി പോയിട്ട്. പറഞ്ഞാൽ മതിയല്ലോ. എന്നാ കേക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. മൂപ്പര് പറയണേ, എവിടെ അച്ഛാ പോയിക്കോ, ഏത് ഹോട്ടൽ അച്ഛാ ബുക്ക് ചെയ്തോ, കായൊക്കെ മൂപ്പര് അയച്ചുതരാന്ന്. ആണ്. അപ്പൊ എന്നോട് തീരുമാനിച്ചിട്ട് അങ്ങോട്ട് മിസ് കോൾ അടിച്ചാൽ മതി, മൂപ്പര് തിരിച്ചു വിളിക്ക, സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറയാ. എത്ര ദിവസം അച്ഛങ്ങള് പറഞ്ഞാ മതി. എവിടക്ക പോവാന്ന് പറഞ്ഞപ്പോ മൂപ്പര് പറയണില്ലേ നമ്മളോട് തീരുമാനിച്ചോളാൻ. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കോഴിക്കോടാ. എങ്ങട്ടാ പോണ്ട നമുക്ക്? പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ പറയാ, എവിടെ പോവാ പറയ്. അമേരിക്കയിലേക്ക് പോയാലോ? കളിയാക്കിയതാ? അത് കയ്യിലേ കളിയാക്കിയതാ? അല്ല, എവിടേക്ക് പോയാണെങ്കിലും കായ് വരുമല്ലോ. അല്ല അല്ല എന്നാ പറയും, ഇജ്ജ് പറയും. എനിക്ക് തോന്നണേ നമുക്ക് കാശ്മീര് പോയാലോ? വെടിയുണ്ട് ചാവാൻ ഇപ്പൊ അവിടേക്ക് പോകണം. അവിടുന്ന് എവിടുന്നെങ്കിലും ഒരാളെ ഏൽപ്പിച്ചാ പോരെ? അതല്ല, അവിടെ ഇങ്ങനെ മഞ്ഞുമഴയൊക്കെ ഉണ്ട്. ശരിയാ, മഞ്ഞിലാണെങ്കിൽ ബോഡി കേട് വരൂല. എന്താണ് അല്ലാണ്ട് ഇതെന്താ പറയണ, ആകെ അടങ്ങളായിട്ട് കിടക്കണ സ്ഥലമാണ് അവിടെ. അവൾക്ക് ഈ ടൂർ പോണത്. പിന്നെ എവിടെ പോവാ? വേറെ അതിലും നല്ല സമാധാനമുള്ളൊരു സ്ഥലം പറയും. വേറെ ഇപ്പൊ എവിടെ പോവാ? ഞാൻ പറയട്ടെ, കുണു മളാനി കുലു അങ്ങനെ സ്ഥലമില്ലേ? അല്ല എന്താണ് മണാലി. ആ ഇനിയിപ്പോ ഇത് പഠിച്ചിട്ട് ഇപ്പൊ അവിടെ പോയി വരുമ്പോ നേരം കുറെ അവിടെ പോയാലോ? അത് നല്ല നല്ലതാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഒരാഴ്ച എങ്കിലും നമുക്ക് വേണ്ടി വരും പോക്കും വരവൊക്കെ കൂടിയിട്ട്. എന്താണ്? ചെറുക്കന് സ്കൂളിൽ പോണ്ടേ? ഈ സ്കൂള് പഴയ കാലത്തും ഇപ്പോഴൊക്കെ അടങ്ങറല്ല. അല്ല, ഓന് അത്ര ദിവസമൊക്കെ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ തന്നെ ഓന് മുട്ടേന്. പിന്നെ ഇപ്പൊ എത്ര ദിവസം പറ്റും? എനിക്ക് തോന്നുന്നത് എന്തറിയോ, വെള്ളിയാഴ്ച ഓന്റെ ക്ലാസ്സിൽ വേണം ഉച്ചയ്ക്ക് ഓനെ കൂട്ടാൻ നമുക്ക്. എന്നിട്ട് ഒരു ഉച്ച കഴിയുമ്പോ പുറപ്പെടുക, ശനിയും കഴിഞ്ഞ് ഞായറാഴ്ച രാത്രി ഇവിടെ എത്താണെങ്കിൽ തിങ്കളാഴ്ച ഓന് രാവിലെ സ്കൂളിൽ പോവാ. അങ്ങനെ അങ്ങനെ ഇപ്പൊ ഒരു ദിവസം യാത്രക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണ്ടേ? 1-2 ദിവസം. അല്ല, അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടുപിടിക്കണം നമ്മള്. എന്നാ മൂന്നാറ് പോവാ. മൂന്നാറ് പോവാ നമുക്ക്. മൂന്നാറ് കുഴപ്പമില്ല. മൂന്നാറ് പോവാ. ആയൊക്കെ മൂപ്പര് വരൂലേ? പിന്നെ മൂപ്പരോട് പറഞ്ഞാ മതിയില്ലേ? മൂന്നാറ് ഫിക്സ് ചെയ്ത്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമ്മള് കൊറേ നാളായിട്ട് ഇതേമാതിരി യാത്ര പോവാൻ നമ്മളെല്ലാവരും ഇവിടെ പോവാൻ ആഗ്രഹിച്ചിരിക്കരുത് അല്ലേ? ഇതിപ്പോ അതിന്റെ ഒരു തുടക്കാന്ന് അങ്ങോട്ട് വിചാരിക്കുക. നമുക്കൊരു കാര്യം ചെയ്താലോ, വാസുട്ടീനെയും ജോസുട്ടീനെയും ഫാമിലിനെയും കൂടി അങ്ങോട്ട് കൂട്ടിയാലോ? ഒരു ത്രില്ലാവൂലേ? അതെ, ഇതിന് കായ് മുടുക്കണ ഇന്റെ കബീർക്കാണ്. അപ്പോഴേക്കും മൂപ്പരെ വിളിച്ചിട്ട്, അതെ ഞാനും എന്റെ കിട്ടിയനും കുട്ടിയും മാത്രല്ല കേട്ടോ, മൂപ്പരെ കുറെ ആൾക്കാരുണ്ട് ഇവിടെ, 15 ആള് വേറെ ഉണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടുന്ന് ജാഥ നടത്തും മൂന്നാർക്ക്. അവരുടെ കായ് അവരെടുത്തോളും, കബീറും കൊടുക്കണ്ട. എനിക്ക് അങ്ങനൊന്നും കബീർക്കാരോട് പറയാൻ പറ്റില്ല. മൂപ്പര് പറഞ്ഞ നമ്മള് മാത്രമായിട്ടൊരു യാത്ര പോവാനാ, അത് നിങ്ങൾക്ക് താല്പര്യം ഇല്ല വെച്ചാൽ അത് പറഞ്ഞോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരായിട്ട് പൊക്കോ. അതല്ല, ഈ നമ്മള് മാത്രം ഒരു യാത്രക്ക് പോകുമ്പോ ആരെങ്കിലും കൂടെ ഉള്ളതല്ലാണ്, അതാ ഞാൻ പറഞ്ഞത്. നമ്മള് 3 ആളുണ്ടല്ലോ. 3 ആളാരാണ്? ഇജ്ജല്ലേ, ഇജും മോനല്ലേ ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. എന്താ ഞങ്ങളും കൊണ്ട് യാത്ര പോകാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? പോവാൻ താല്പര്യമില്ലാണ്ടല്ല, സന്തോഷം മാത്രമല്ലല്ലോ. ഒരു ടയറ് പഞ്ചറായ ഒരു സഹായിക്കാൻ ഒരാളും ഉണ്ടേ. അത് ശരി, അതിനൊക്കെ വഴിയിൽ വർക്ക്ഷോപ്പൊക്കെ ഉണ്ട്. നിങ്ങൾ വലിയ കാര്യമൊന്നും പറയണ്ട, ഞാൻ ഇക്കാനെ വിളിച്ച് പറയാൻ പോവാണ്. പിന്നെ നിങ്ങൾക്ക് മറ്റേ ജാഥ നടത്താനാണ് താല്പര്യമെങ്കിൽ ഓരോ കൂടെ ജാഥയ്ക്ക് പോയിക്കോ. ഞാൻ എൻ്റെ മോനും കൂടി മൂന്നാറ് പോവാം കേട്ടോ. നിങ്ങളൊരു മനുഷ്യൻ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും
ഓരില്ലാതെ ഒന്നും പറ്റൂല. ഞാൻ ഈ ടൗണിലെ കച്ചവടം നടന്ന് ഈ കമ്മീഷൻ കിട്ടിയപ്പോ തന്നെ മനസ്സിൽ കരുതിയതാണ് നമ്മുടെ 3 ഫാമിലിയും കൂടി ഒരു ടൂർ പോയാലാന്ന്. എടാ ചങ്ങായി, അതിനിപ്പോ എനിക്ക് എതിർപ്പുണ്ടായിട്ടല്ലോ. ഞാൻ ഇപ്പൊ ഇത്ര നേരം പറഞ്ഞു, നിങ്ങക്ക് മനസ്സിലായില്ല? നീ പറഞ്ഞതേ ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലായി. നിനക്ക് ഇതിന് ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യമില്ല. നീ റസിയെ പറയണത് കേട്ടിട്ട് അവളുടെ കൂടെ കബീറിന്റെ കൂടെ ടൂറ് പോവാണ്. ഇതല്ലേ കാര്യം? അയ്യോ ഈ ചെങ്ങായി എന്താ റസിയെ പറഞ്ഞു കേട്ടിട്ട് അല്ലാതെ പിന്നെ എന്ത്? ഞാൻ എന്താ അവളുടെ അടിമയാണ്? അടിമയാണോ അല്ലേ എന്നുള്ള അടിമയല്ലേ പിന്നെ എന്ത് വാസുട്ടേ ഈ എപ്പോഴും ഉണ്ട് ഈ ജാതി വർത്താനം. അപ്പൊ എന്താ നീ പറഞ്ഞ എന്താ അവള് കേക്കാത്തത്? ഞാൻ പറഞ്ഞെന്ന് കേക്കായിക. ഇതിപ്പോ അവളുടെ ആങ്ങളെയാണ്. ഒന്നാമത്തെ ഈ കബീർ എന്ന് പറഞ്ഞാൽ തന്നെ മോൾക്ക് തേനും ചക്കര. അപ്പൊ ഇവൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു ഓഫർ പറഞ്ഞാണ്, ഒരു ഹണിമൂൺ ട്രിപ്പ് എന്റെ വക. അപ്പൊ എനിക്ക് പറഞ്ഞു എനിക്ക് ഒഴിവില്ല, എന്റെ ഹണിമൂൺ ട്രിപ്പിന് വരക്ക് വേറെ കുറെ പണികളുണ്ട് എന്നിട്ട് എനിക്ക് അന്ന് വലിയ താല്പര്യം ഉണ്ടായില്ല. അപ്പൊ അത് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പൊ ഇപ്പൊ മൂപ്പരിപ്പോ ഈ സമയത്ത് എനിക്ക് ഈ ട്രാവൽ ഏജൻസിയൊക്കെ കാരണം കുറെ ഹോട്ടലും അതും ഇതൊക്കെ ആയിട്ടുള്ള എന്താ കണക്ഷനും ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഓഫറൊക്കെ ഉണ്ട് തോന്നുന്നു ഹോട്ടലിന്റെ. അപ്പൊ അതാ നിങ്ങൾക്കൊരു ഓഫർ ഞാൻ തരികയാണ്, ഞങ്ങൾ പോയിക്കോളി, അങ്ങോട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഈ പെണ്ണാന്ന് വെച്ചെങ്കിൽ ഇത് അപ്പം മുതൽ തുടങ്ങിയതാ. അല്ലാണ്ട് എനിക്കെന്താ താല്പര്യം ഇല്ലാണ്ടാണ്. അപ്പൊ ഇതിപ്പോ നിങ്ങളോടിപ്പോ ഇതൊന്നും പറഞ്ഞിട്ട് ഇതാക്കേണ്ട കാര്യമില്ല. എനിക്കറിയില്ലേ, നമ്മൾ 3 ഫാമിലിയും കൂടി പോകുമ്പോ ഉണ്ടാവണ ഒരു ത്രില്ല് അത് ഇതിന്റെ കൂടെ ഉണ്ടാവില്ല. എനിക്കറിയാം. അതല്ലട പരീക്കുട്ടി, അവന്റെ ഓഫറിന്റെ പിന്നാലെ പോയിട്ട് നീ അവന്റെ ചായ, അവന്റെ ചോറ്, അവന്റെ റൂം ഒക്കെ ഇവിടെ ആയി കഴിഞ്ഞാൽ ഒരു വലി ഉണ്ടാവില്ലേ? അതിപ്പോ അല്ലേലും ഇല്ലല്ലോ. എന്ത് അല്ല പോകേണ്ട കാര്യമില്ല എന്ന് പറയണ അവന്റെ ആരപ്പോ ഓന്റെ ചായ, ഓന്റെ ചോറും ഓന്റെതും ഇതാക്കണ്. ആ റൂം ബുക്ക് ചെയ്ത് തരും, പിന്നെ വണ്ടിയുടെ കായും കൊടുക്കുന്നുണ്ട്, ബാക്കി ചെലവൊക്കെ ഞാൻ തന്നെയാണ്. ഓന്റെ ചായയും ചോറും അതുകൊണ്ടൊന്നുമല്ല, ഇതൊന്നുമല്ല. എനിക്കിപ്പോ ഞാനും ഓളും ഈ മോനും കൂടിയിട്ട് ഇങ്ങനെ പോയിട്ട് ഇതൊക്കെ കണ്ടിട്ട് എന്താ കാര്യം? നമ്മള് കൂട്ടുകാരൊക്കെ പാടെ പോകുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഇത് വേറല്ലേ? അതന്നെ പറയണ, ഇതിന്റെ പിന്നാലെ പോയി ഒരു ബലി ഉണ്ടാവില്ലാന്ന്. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ എന്റെ ഫാമിലി, വാസൂട്ടിയുടെ ഫാമിലി, ഈ കുഞ്ഞൂട്ടൻ, ദൊര, സുമ, ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് നമ്മളൊരു ടൂറ് പ്ലാൻ ചെയ്ത് പോയി. അതില് റസിയാനെയും പരീക്കുട്ടീനെയും മോനെയും കൂടി പെടുത്തി എന്നൊന്നങ്ങോട്ട് വന്ന് പറഞ്ഞാലാ? എപ്പോ അതിപ്പോ ഒന്ന് പറയണം. കബീർപ്പ് ഒന്ന് വിളിക്കൂ, ഇന്ന് വിളിച്ച് കാര്യങ്ങൾ തീരുമാനിക്കണതിന് മുമ്പ് ഈ ഒരു അര കോർത്തൊരു ചൂണ്ട അങ്ങോട്ട് ഇട്ട് കൊടുക്ക്. റസിയാവുമ്പോ കാര്യം പിടിച്ചോളൂ. ഞാൻ വൈകുന്നേരം വന്ന് പറയാ. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, കാറിന് പോണ റിസ്ക് ആണ്. എന്തേലും അബദ്ധം വന്നാൽ നിങ്ങൾ മാത്രം ചത്തുപോകും. ഞാൻ പറയാ, ടെമ്പോ ട്രാവലറാണ്, നമ്മ എല്ലാവരും ഉണ്ടാവും. ആരെങ്കിലും എന്തെങ്കിലും വന്നാൽ സഹായിക്കാൻ ആളുണ്ടാവും. എന്ത് ചെയ്യാതി വർത്താനം പറഞ്ഞ അല്ല, അതൊക്കെ പറഞ്ഞാലേ അവള് ഇളകുള്ളൂ. അതൊക്കെ ഞാൻ പറഞ്ഞു. ശരി, ഇപ്പൊന്ന് അവിടെ വന്ന് പറയൂ. വൈകുന്നേരം വന്ന് പറയാം. അതെ, അവൻ പറഞ്ഞോളൂ. നീയും കൂടെ കൂട്ടത്തിലും നൈസായിട്ട് പറഞ്ഞാ മതി. റസിക്കുട്ടേ, ആനക്ക് ഓർമ്മയുണ്ടോ നിങ്ങളുടെ ഈ മുറ്റൊക്കെ അന്നിങ്ങനെ സിമെന്റ് ഇട്ടതല്ല, അന്നിങ്ങനെ ചാണം മെഴുകിയിട്ടുള്ള മുറ്റായിരുന്നു. ഭയങ്കര രസമായിരുന്നു അന്ന്. ഈ മണ്ണുകൊണ്ട് ഇങ്ങനെ കളം പിടിച്ചിട്ട് അതിങ്ങനെ ചാണകവെള്ളം തെളിച്ച് ഇങ്ങനെ എല്ലാ മുറ്റൊക്കെ അടിച്ചിങ്ങനെ വേനൽക്കാലം വരുമ്പോഴത്തേക്കും ഒക്കെ ഇങ്ങനെ ചാണം മെഴുകി മുറ്റാക്കി ഉണ്ടാവും. കൃഷിയൊക്കെ ഉണ്ടാവുമ്പോ നെല്ലുണക്കാനൊക്കെ ആയിട്ട് പനമ്പ് വിരിച്ചിട്ട് അതില് ഇങ്ങനത്തെ മുറ്റത്താണ് അതൊക്കെ ചെയ്യുക. ഭയങ്കര രസമായിരുന്നു അന്നത്തെ കേട്ടോ. രാത്രിയൊക്കെ എന്റെ വാപ്പൊക്കെ എന്നെയും കൊണ്ട് ഇങ്ങടെ ഉടുക്ക് വരും. അന്ന് റേഡിയോ നാടകം ഉണ്ടാവൂലേ? ഇപ്പൊ റേഡിയോ നാടകം കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഈ മുറ്റത്ത് ഇങ്ങനെ ഒരു പായ വിരിച്ചിട്ട് എല്ലാവരും പാടെ ഈ റേഡിയോ നടുക്ക് വെച്ചിട്ട് അതിന്റെ ചുറ്റും ഇരിക്കും. എന്നിട്ട് നാടകമൊക്കെ കേട്ടിട്ട് അതിന്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു. ഞാനൊക്കെ ഇവിടെ ഓടി കളിച്ച് നടക്കണ്ടാവും വന്ന്. ഇവിടെ വന്നിട്ടാണ് റേഡിയോ നാടകം കേൾക്കണല്ലേ? ഇവിടെയാണ് അന്ന് റേഡിയോ ഉള്ളേ, എല്ലായിടത്തും റേഡിയോ ഇല്ല. നിങ്ങളുടെ വീട്ടിലൊന്നും റേഡിയോ ഇല്ല, എന്റെ വാപ്പാന്റെ അടുത്തേ ഉള്ളൂ. അപ്പോഴത്തേക്കും എന്റെ വാപ്പാന്റെ അഹങ്കാരം തുടങ്ങി. എടി പെണ്ണ, അന്ന് എന്റെ വാപ്പ എന്റെ വാപ്പ എന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ല. ആരേലും കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് എല്ലാവരുടെയും പാടാണ്. അന്ന് ഈ ജാതി സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അല്ലാണ്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞ അതിന്റെ അഹങ്കാരത്തിൽ നമുക്ക് അങ്ങോട്ട് കയറിയാ ജോസിറ്റി എന്താണ് എന്താണ് രണ്ടാളും കൂടി ഇരുന്ന് പറയണത്? ഞങ്ങള് പഴയ കാര്യങ്ങൾ ഓരോന്ന് പറയുന്നത്. മറ്റത് ഞാൻ അടിച്ചിട്ട വരിക. ഇന്നലെ പറഞ്ഞ കച്ചവടമില്ലേ, ഇന്ന് രജിസ്ട്രേഷൻ നടന്നോ? അത് ഇച്ചിരി വാക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ചെലവ് ചെയ്യാന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് പറയാനാ ഞാൻ വന്നത്. എന്താണ്? നമുക്ക് 3 ഫാമിലിയും കൂടി ഒരു ടൂർ പോയാലാ? തരക്കടില്ല, അത് കലക്കും. പക്ഷേ ഞങ്ങൾ ഉണ്ടാവൂല. അതിന് കുഴപ്പമുണ്ടോ? എവിടെ പോണ നിങ്ങള്? അല്ല, ഞങ്ങള് ടൂർ പോവാണ്.
ആ ടൂറാണ് നമ്മള് പോണത്. ബാംഗ്ലൂര് മൈസൂരൊക്കെ 2-3 ദിവസം. അങ്ങനെയില്ല, ഞങ്ങള് വേറൊരാൾക്ക് വാക്കൊടുത്തു പോയി. അയ്യോ പരീക്കാക്കല്ലല്ലോ. അല്ല, വേറെ ആർക്കാണ്? ഇന്റെ ആങ്ങളില്ലേ കബീർക്ക, മൂപ്പര് ഇങ്ങനെ ഒരു ഓഫർ പറഞ്ഞപ്പോഴേ ഞങ്ങള് സമ്മതിച്ച്. അല്ല കബീറിനോട് വിളിച്ചു പറഞ്ഞാ പോരെ, നമ്മളിങ്ങനെ ആലോചിച്ചു പോയി. അത് വേറെ പറഞ്ഞാ മതിയില്ലേ? അതല്ലാന്നേ, കുറച്ച് നേരത്തെ മൂപ്പര് വിളിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാം ഓക്കെയാണ്, കുട്ടീനെ സ്കൂളിലും വിടുന്നില്ല എന്ന് പറഞ്ഞപ്പോ കബീർക്ക് എന്ത് ചെയ്ത് റഷീഖാനെ വിളിച്ചിട്ട് വണ്ടി ഏർപ്പാടാക്കി. അപ്പൊ ഇനി എങ്ങനെയാണ് മൂപ്പര് ആദ്യമായിട്ട് ഒരു ഓഫർ പറയുമ്പോ ഞാൻ അങ്ങനെ വെറുപ്പിക്കും. അതാണ്. അല്ലടി, അതെ എന്താ അറിയോ, ജോസുട്ടി ഇപ്പൊ ആ ടൂർ പ്ലാൻ ചെയ്യണ സമയത്ത് തന്നെ നമ്മളൊക്കെ ആ ലിസ്റ്റിൽ ഉണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അല്ല അതിപ്പോ ഓന്റെ മുഖത്ത് നോക്കി അറിയില്ലേ? മനസ്സിലാവണില്ലല്ലോ. എന്നിട്ട് അല്ല റസിയ, ഞാൻ കരുതി നമ്മുടെ 3 കുടുംബങ്ങളും കൂടിയൊക്കെ ഒന്ന് സന്തോഷമായിട്ട് പോയി വരാല്ലോ. നല്ല കാര്യം നടന്നു കിട്ടിയതല്ലേ എന്നൊക്കെ ഓർത്തിട്ടാണ്. അത് ശരിയാണ്, നമുക്ക് പിന്നെ പോവാല്ല. എനിക്കെന്തായാലും എന്റെ ഇക്കാനെ വെറുപ്പിക്കാൻ പറ്റൂല. അതാണ്. അല്ലടി, ഇപ്പൊ ചെലവ് മുഴുവൻ ഓനാണ് എടുക്കണേ. അതിനിപ്പോ കായലൊന്നും ഇല്ല നമുക്ക്. ഇല്ല, പക്ഷെ ഞാൻ ഇക്കാനോട് വാക്ക് പറഞ്ഞതല്ലേ. ആയിക്കോട്ടെ. ഞങ്ങൾ ഒറ്റക്ക് പോണതും നമ്മളെല്ലാരും കൂടി പോണതും തമ്മിലൊരു വ്യത്യാസം ഉണ്ടല്ലോ. അല്ല നമുക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി. ഇപ്പൊ റസിയ മുടക്ക് പറയുമ്പോ പിന്നെ എന്താ ചെയ്യണ? ഈ റസിയ കബീറിനും റഷീദിനും നാട്ടുകാർക്കൊക്കെ വാക്ക് കൊടുത്തെങ്കിൽ അത് നടക്കട്ടെ. നല്ല മനുഷ്യര് വാക്ക് തെറ്റിക്കാൻ പാടില്ല. ഞങ്ങള് പോയിട്ട് വരാന്നാ. നമുക്ക് പിന്നെ പോവാലോ. പോവാ. അങ്ങനെ തീരുമാനിച്ചാ പിന്നെ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? അല്ല ഒന്നുമില്ല, പോവാണ്. ഞങ്ങള് പോകും, ഏതായാലും തീരുമാനിച്ചല്ലോ. അതെ, എന്തായാലും വ്യത്യാസം ഉണ്ടെ വിളിച്ചോ. നമുക്ക് വ്യത്യാസം ഉണ്ടാവും. അല്ല വ്യത്യാസം നോക്കാം നമുക്ക്. അടിയുടെ ചിരയുടെ തരികിട മേളപ്പൂരം കുട്ടീസ്